ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റൊരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റൂം ടൂർ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ മുന്നേ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ആ റൂം ടൂർ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഒരു ഷെയർഡ് അക്കോമഡേഷൻ അല്ല. ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ലാൻഡ് ലോഡ്, ഈ വീടിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കൂടെ അല്ല താമസിക്കുന്നത്. ഉടമസ്ഥൻ പുറത്ത് എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അയാളുടെ വീട് കുറച്ച് ആളുകൾക്കായിട്ട് റെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ടാവും ഫ്രണ്ട്സൊക്കെ കൂടി ഒരു വീട് എടുത്തു, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പം ഇത് അങ്ങനത്തെ ഒരു അക്കോമഡേഷൻ അല്ല. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട് ഫുള്ളായിട്ട് നമ്മൾ റെന്റിന് എടുത്ത് ആ വീടിൻ്റെ റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, കൗൺസിൽ ടാക്സ്, ഗ്യാസ്, വാട്ടർ, അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനൊരു റൂം മാത്രം റെന്റിന് എടുത്തേക്കാം. അപ്പോൾ ആ റൂമിനൊരു പ്രത്യേകിച്ചൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിനകത്ത് കൗൺസിൽ ടാക്സ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു റെന്റ് നമ്മൾ ലാൻഡ് ലോഡിനായിട്ട് കൊടുക്കുന്നു. ആ റെന്റിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. നമ്മൾ സെപ്പറേറ്റ് വേറെ ബില്ലൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ജസ്റ്റ് ഒരു റൂമിലേക്ക് മാത്രമേ എനിക്ക് ആക്സസ് ഉള്ളൂ. അതാണ് ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു വീട്ടിൽ, അതായത് ഈ ഒരു റൂം ഞാൻ റെന്റിന് എടുക്കുമ്പോൾ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഫെസിലിറ്റീസ്, വീട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് എനിക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ റൂമിൻ്റെ റെന്റ്, റൂമിനകത്തുള്ള ഫെസിലിറ്റീസ്, അതൊക്കെ കാണിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെയ്യുന്ന വീഡിയോ റൂം ടൂർ ആയതുകൊണ്ട് അത് റിലേറ്റ് ചെയ്ത് ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു ന്യൂസും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട്. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ളൊരു റൂം. അതിനകത്ത് ഞാൻ മാത്രമാണ് എൻ്റെ റൂമിൽ താമസിക്കുന്നത്. അതിനകത്തെ ഫെസിലിറ്റീസ് ഒക്കെ എനിക്ക് മാത്രം യൂസ് ചെയ്യാം. അതായത് ഒരു വലിയ റൂം, അതിനകത്ത് ഞാൻ മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, നാട്ടിലല്ലെങ്കിൽ ഇന്ത്യയിലെ വേറെ ഭാഗത്ത്, വേറെ ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർമെട്രികളായിട്ടോ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ബങ്കർ ബെഡ്, മേളിലും താഴെയും കിടക്കാൻ പറ്റിയ ബെഡിൽ ഒരു റൂമിൽ പലരായിട്ട് താമസിക്കുന്നു, റൂം പലരുമായിട്ട് ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ പണ്ട് താമസിച്ചു വന്നത്. അപ്പോൾ അതേപോലത്തെ സിസ്റ്റംസ് ഇവിടെ ഒട്ടും തന്നെ അലൗഡ് അല്ല. ഇവിടെ സിംഗിളായിട്ടുള്ളൊരു പേഴ്സൺ, അതായത് ഇപ്പം ഞാനാണ് താമസിക്കുന്നതെങ്കിൽ എൻ്റെ റൂമിൽ എനിക്ക് മാത്രമേ താമസിക്കാൻ പാടുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ കപ്പിൾസ് വെൽക്കം ആയിട്ടുള്ള വീടുകളുണ്ട്. അതായത് കപ്പിൾ, നിങ്ങളുടെ പാർട്ട്ണർ, അത് ഏത് ജെൻഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പാർട്ട്ണറിന് ജെൻഡർ ഡിസ്പാരിറ്റി ഇല്ലാന്ന് നമുക്കറിയാലോ. ഇപ്പം ഗേളും ഗേളാണെങ്കിലും ബോയും ബോയ് ആണെങ്കിലും അതൊക്കെ ഇവിടെ അക്സെപ്റ്റഡാ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ, ആ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കാൻ പറ്റും. പക്ഷെ അത് കപ്പിൾസ് അലൗഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രം. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ കപ്പിൾസ് അലൗഡ് ആയിട്ടുള്ള വീടല്ല. ഇതൊരു സിംഗിൾ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഷെയർഡ് അക്കോമഡേഷനുകൾ ചില വീടുകളിൽ കപ്പിൾസിന് അലൗഡ് ആയിട്ടുണ്ട്. അങ്ങനെ കപ്പിൾസ് അലൗഡ് ആയിട്ടുള്ള വീടുകളിൽ കപ്പിൾസിന് താമസിക്കാം. അല്ലാതെ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് റിലേറ്റീവ്സ്, ബ്രദർ സിസ്റ്റർ, സിസ്റ്റർ, അങ്ങനെ രണ്ട് ജെൻഡറിലുള്ള റിലേറ്റീവ്സ് ഒരുമിച്ച് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. കാരണം ഒരു ബ്രദറും സിസ്റ്ററും ഒക്കെ ആണെങ്കിൽ കൂടെയും ചെറിയ കുട്ടികളാണെങ്കിൽ കൂടെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ റൂൾ. അപ്പം പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ എന്ത് റിലേഷൻ ആണെങ്കിലും, രണ്ട് റിലേറ്റീവ്സ് ആണെങ്കിൽ കൂടെയും ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കാനായിട്ടുള്ള പെർമിഷൻ ഇവിടെ ഇല്ല. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും അതങ്ങനെ അലൗഡ് ആയിട്ടുള്ള വീടുകളിൽ അലൗഡ് ആയിട്ടുള്ള റൂം എടുത്താൽ മാത്രം നമുക്ക് കപ്പിൾസ് ആയിട്ട് താമസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ കൂട്ടി ഒരു വീട്ടിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോൾ വീടായിട്ട് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരു 3 ഫ്രണ്ട്സ് കൂടിയാണ് നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂന്ന് റൂമുള്ളൊരു വീടെടുത്ത് നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ബിൽസൊക്കെ നമ്മൾ തന്നെ പേ ചെയ്യണം. അല്ലാതെ ഒരു റൂമിൽ 3 പേര് 2 പേര് അങ്ങനെ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഈ ഒരു കൺട്രിയിൽ ഇവിടുത്തെ ലോ അലോ ചെയ്യുന്നില്ല. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ട ന്യൂസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടനിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ കൂടെ സ്റ്റുഡൻസും പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അപ്പം നമ്മുടെ കൺട്രിയിൽ തന്നെയല്ല, പല കൺട്രീസിൽ നിന്നുള്ളവർ ഒരു 4 BHK എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസുള്ളൊരു വീടായിരിക്കും. ആ വീട്ടിൽ 10-30 ബെഡ് വരെ അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ 30 ബെഡ്, നമ്മുടെ നാട്ടിൽ ഒരു തോട്ട് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആണ്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന, ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 8 ബെഡ്സ് ആണ് ഇപ്പം ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ സൈസുള്ള റൂമിൽ 8 ബെഡ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബെഡ്സ് തമ്മിൽ ഒരു സെപ്പറേഷനും ഇല്ല. ജസ്റ്റ് ഒരു ഹോള് പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു എന്താ പറയുക, ഒരു ഓട് പോലെ നേരത്തെ അങ്ങ് ബെഡ് ഇട്ടിട്ട്
ആ ബെഡ് അങ്ങനെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് വെച്ച് ചിന്തിക്കുമ്പോൾ അത് നോർമലാണ്, പക്ഷേ ഈ ഒരു കൺട്രിയിൽ അത് നോർമൽ അല്ല. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും പിടിക്കപ്പെടുന്നുണ്ട്. ഒരു റൂമിൽ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നത് പിടിക്കപ്പെടുന്നുണ്ട്. ബങ്കർ ബെഡുകളൊക്കെ ആയിട്ട്, അതായത് ഒന്നിങ്ങനെ അടുക്കിയുള്ള ബെഡുകളുണ്ടല്ലോ, അങ്ങനെ ബെഡുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നത് പലയിടത്തും അവരിപ്പോൾ വ്യാപകമായിട്ട് റെയ്ഡ് നടത്തുന്നുണ്ട്, പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വീഡിയോസ് കാണുന്നത്, ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ താമസിക്കുന്നതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് ഇൻഫോം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് വന്ന റൂൾസും എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് അനധികൃത വ്യവസ്ഥയിൽ താമസിക്കുന്നവർ തിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ റെയ്ഡുകൾ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നത്, എക്സ്ട്രാ വർക്ക് ചെയ്യുന്നവർ, അതായത് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു ടിപ്പിക്കൽ അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുന്നവർ, അനധികൃതമായിട്ട് വർക്ക് ചെയ്യുന്നവർ, വിസ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെല്ലാവരെയും പിടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ഇവിടുത്തെ ഒരു റൂള് പ്രകാരം ഒരു റൂമിൽ ഒരാൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള 2 പേര്, പാർട്ട്നേഴ്സ് അലൗഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രം പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് റൂളുകൾ. ഞാൻ കണ്ടൊരു ന്യൂസ് പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ, അപ്പോൾ ഷെയർഡ് അക്കോമഡേഷനിലാണെങ്കിൽ ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവരെല്ലാവരും കൂടെ കിച്ചൺ ഷെയർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കിച്ചണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ലാൻഡ് ലോഡ് തന്നെ വെച്ചേക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അതൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷെൽഫ്, ഒരു ചെറിയൊരു ഷെൽഫ് തുറന്ന് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക നിരത്തിയിട്ടേക്കാണ്. അപ്പം ഇത് വേറൊരു ചെറിയൊരു ഷെൽഫ്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ഷെൽഫും കൂടെ ഉണ്ട്. ഇതിനകത്ത് സാധനങ്ങൾ വളരെ അലമ്പായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ 3 ചെറിയ കബോർഡുകളാണ് ഈ ഒരു ഹോൾ കിച്ചണിൽ. എൻ്റെ സ്റ്റോറേജ് പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, ഇവിടെ 2 സെപ്പറേറ്റ് ഗ്രില്ല് ടൈപ്പ് ഓവൻസ് ഉണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ, നമുക്ക് ഫുഡ് ചൂടാക്കാനുള്ള ഓവൻ അവിടെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ്, ഇവിടെ 2 ഫ്രിഡ്ജാണുള്ളത്. എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ഫുൾ ഫ്രിഡ്ജിൻ്റെ ആക്സസ് എനിക്കില്ല. എൻ്റെ മത്തിയൊക്കെ തലയിട്ട് നിൽപ്പുണ്ട്, മത്തിയിലായില്ല. ഫ്രീസർ, ഇവിടെ 2 ഫ്രീസറും ഉണ്ട്. അവിടെ ഒരു ഫ്രീസറുണ്ട്, ഇവിടെ ഒരു ഫ്രീസറുണ്ട്. ഈ ഫ്രീസറിലെ ഒരു കള്ളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു റോയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുനിന്നും 2 റോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കിച്ചണിൽ അത്രയും സാധനങ്ങളിലേക്കാണ് നമുക്ക് ആക്സസ് ഉള്ളത്. ഇത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ റോട്ടയാണ് കേട്ടോ. ഓരോ ദിവസം ആരാണ് വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കേണ്ടതെന്നൊക്കെയാണ് എൻ്റെ പേര് അതിനകത്ത് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് കേട്ടോ. ബാക്ക് യാർഡിൽ ഇതേ ബാർബിക്യൂവിൻ്റെ സാധനമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ബാക്ക് യാർഡ് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ഉള്ള സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തെങ്കിലും പാർട്ടിയോ അങ്ങനെ, പാർട്ടിയൊന്നും അധികം അലൗഡ് അല്ല ഇവിടെ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് യാർഡ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നാട്ടിൽ ഒരു അഴയൊക്കെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് കമ്പാത്ത്. ഇത് നമ്മൾ ഷെയർ ചെയ്യാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് യൂസ് ചെയ്യുന്നത്, എൻ്റെ കൂടെയുള്ള ആളുകളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരുടെ സാധനങ്ങളും ഷെയർ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ വൃത്തിക്കുറവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ റൂമിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ റൂമിൻ്റെ അകമൊന്ന് കാണിക്കുന്നതിന് മുമ്പ് റെൻറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സ്വീഡൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു വില്ലേജ് ഏരിയ ആണ്. അപ്പം ലണ്ടനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ. എന്ന് കരുതി ഒത്തിരി കുറവൊന്നുമല്ല റെൻ്റ് എന്നാൽ. പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീഡനിലെ തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു റൂമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ചീപ്പായിട്ടുള്ളൊരു റൂം വേറെ അറൗണ്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ നടന്നാണ് പോകാറ്. അതിൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്കറിയാം. ഞാൻ നടന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകാറ്. ഇവിടെ നിന്നൊരു അരമണിക്കൂറിനടുത്തുണ്ടോ എന്ന് ചോദിച്ചുണ്ടോ. നിങ്ങൾ നടക്കുന്ന സ്പീഡ് അനുസരിച്ചിരിക്കും. ഞാൻ അത്യാവശ്യം സ്പീഡിൽ നടക്കും, കാരണം മിക്കപ്പോഴും തന്നെ ഞാൻ വൈകിയാണ് ഇറങ്ങാറ്. അപ്പോൾ ഒരു 15, 20, 25 അത്രയും ടൈമിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. അതും അഗെയിൻ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എൻ്റെ റൂമിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 475 പൗണ്ട്സാണ്. അതായത് ഇപ്പോൾ നാട്ടിൽ എത്ര രൂപയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പൗണ്ടിൻ്റെ റേറ്റ് ഒരുപാട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച 100 ആണെങ്കിൽ ഈ ആഴ്ച 110 അങ്ങനെയാണ്. അപ്പം ഒരു പൗണ്ടിൻ്റെ 100 രൂപ വെച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ 47,500 ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പം ഒരു 50,000 ബിലോ ആണ് നാട്ടിലെ. എന്നാലും അറൗണ്ട് ആ ഒരു റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും റെൻറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അതായത് ഞാൻ വന്ന സമയത്ത്. അപ്പം ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ വീണ്ടും റെൻറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്നലിൽ തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു വീട്ടിലായിരിക്കും ഇപ്പം ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര റെൻറ്റ് കുറവ്. മേ ബി ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകാനുള്ള ദൂരം ആയതുകൊണ്ടും അത്ര ക്ലോസറായിട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും തന്നെ ഞാൻ നടന്നാൽ പോവാറ്. ഞാനിവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസിലേക്ക് ഞാൻ നടന്നാണ് ആക്സസ് ചെയ്യാറ്. ബസ് യൂസ് ചെയ്യാറുണ്ട്, എന്നാൽ കൂടെയും കൂടുതൽ നടന്നാണ് പോവാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് റിമോട്ട് ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം റെൻറ്റ് കുറവ്. എന്നാൽ കൂടെയും 475 pounds ആണ് എൻ്റെ റെൻറ്റ്. അതിനകത്ത് എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആണ്. ഇലക്ട്രിസിറ്റി, വാട്ടർ, അതുപോലെ തന്നെ ഗ്യാസ്, കൗൺസിൽ ടാക്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. 475 pounds. അത്രയും റെൻറ്റ് കുറഞ്ഞൊരു പ്രോപ്പർട്ടി പൊതുവെ കാണാനില്ലായിരിക്കും. ഇൻക്ലൂഡിങ് ദ ഫാക്ട് ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന്. നമുക്ക് റെൻറ്റ് കുറച്ച് കിട്ടും. ഈ പറഞ്ഞ പോലെ 2-3 ആളുകളൊക്കെ ഷെയർ ചെയ്യുന്നത് വിച്ച് ഈസ് ഇല്ലീഗൽ. അങ്ങനെ ചെയ്യാൻ നമ്മൾ പാടില്ല ഈ കൺട്രിയിൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി റെൻറ്റ് കുറഞ്ഞൊരു റൂമാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന റൂം. അപ്പം റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണിക്കും. ഇപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഒരു വൈഡ് ആംഗിൾ വ്യൂ. അപ്പം ഞാൻ അത്ര സൂപ്പർ ക്ലീൻ പേഴ്സൺ ഒന്നല്ല. എന്നാലും ഈ വർഷത്തെ എൻ്റെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ആസ് ക്ലീൻ ആസ് പോസിബിൾ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ക്ലീനായിട്ട് വെക്കാം. വലിച്ചു വാരിയിടുന്ന സാധനങ്ങൾ തിരിച്ചെടുത്ത് പ്ലേസിൽ തന്നെ വെക്കണം എന്നതൊക്കെയുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ പോസിബിളായിട്ട് ക്ലീനാക്കി വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വലിച്ചു വാരിയിടും, എന്നാലും ഞാൻ തിരിച്ച് പ്ലേസിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ എൻ്റെ റൂം അപ്പിയർ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഡോറാണ്. ഡോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക് ഡോറാണ്. വിട്ടാൽ പോകും. അതിവിടെ വളരെ സൗണ്ടിൽ അടയും. സോ ഓൾവേസ് ബി കെയർഫുൾ വിത്ത് ദ റൂം എന്നാണ് നമ്മുടെ ലാൻഡ്ലോഡ് പറഞ്ഞേക്കുന്നത്. അതായത് പെട്ടെന്ന് അങ്ങ് വിട്ട് കളയരുത്. നിങ്ങൾ കയറി കഴിഞ്ഞാൽ വിട്ട് കളയരുത്. ഡോർ അടച്ചതിന് ശേഷം, അതായത് ഡോറ് ജെന്റ്ലി അടഞ്ഞു എന്നതിന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം കൈ അവിടെ നിന്ന് വിടുക. ശബ്ദം ഉണ്ടാക്കി ചുറ്റുമുള്ളവരെ ശല്യപ്പെടുത്തരുത് എന്നാണ് നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇവിടെ കുറച്ച് ഹുക്കൊക്കെ ഉണ്ട്. തിരിച്ചു വരുന്ന ഉടുപ്പുകൾ മാറിയിടാൻ അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. മാറിയിടുന്ന ഡ്രസ്സുകൾ ഞാൻ ഒന്നെങ്കിൽ കുഴപ്പമില്ലാത്തതാണെങ്കിൽ മടക്കി വെക്കും, അല്ലെങ്കിൽ വാഷ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. വാഷ് റെഗുലറായിട്ട് ചെയ്യാറില്ല, വൺസിന് വീക്കേ ചെയ്യാറുള്ളൂ. നമ്മുടെ എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പോയി വാഷ് ചെയ്ത് അത് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാക്കും. ബില്ല് ഞാൻ അടയ്ക്കുന്നില്ലെങ്കിലും നമ്മൾ വേറൊരാളെ അങ്ങനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം എല്ലാം കൂടെ നോക്കിയിട്ട് വൺസിന് വീക്കേ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മിറർ. എനിക്കിവിടെ വലിയൊരു മിററുണ്ട്. ഈ റൂമിൽ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നേരത്തെ എൻ്റെ റൂമിൽ ഇതുപോലെ വലിയ മിറർ, എന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റി വലിയ മിറർ ഉണ്ടായില്ല. ഇപ്പം അവിടെ എനിക്ക് വലിയ മിററുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ താഴെ തന്നെയാണ് നമ്മുടെ ഹീറ്റർ. ഇപ്പം ഞാൻ എല്ലാം ടേൺ ഓഫ് ചെയ്ത് വെച്ചേക്കാം. പക്ഷേ എനിക്ക് അറിയില്ല, ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി പോകും. ഇവിടെ ഒന്നും കാണാനില്ല. ഇതൊരു പഴയ ഹീറ്റർ പോലെ കണ്ടാൽ തോന്നുള്ളൂ. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഓൺ ആവുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വളരെ വലിയ കാര്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ഞാൻ എൻ്റെ വിൻ്റർ ക്ലോത്ത്സ് മുഴുവൻ ഇവിടെ ഹാങ് ചെയ്തിട്ടേക്കുണ്ട്. അതാകുമ്പോൾ ഓരോ ദിവസം ഏതാണെന്ന് വെച്ചാൽ വേണ്ടത് എടുത്തിട്ടിട്ട് പോകാം. സമ്മർ ക്ലോത്ത്സ് ഒക്കെ വേറൊരു സ്ഥലത്താണ്, അങ്ങോട്ട് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാറി വെച്ചേക്കുന്ന എൻ്റെ ജീൻസുകൾ വൺസിന് വീക്കോ അല്ലെങ്കിൽ ട്വൈസിന് വീക്കോ അല്ലെങ്കിൽ എപ്പോഴാണ് കഴുകുന്നതെന്ന് വെച്ചാൽ കഴുകുന്ന ജീൻസുകളും മാറി വെച്ചേക്കുന്ന സാധനങ്ങളും ഇതൊക്കെ റെഗുലറായിട്ട് കഴുകുന്ന സാധനങ്ങളെല്ലാം വൺസിനെ വലിയ കഴുകാറുള്ളൂ. വിൻ്റർ ഡ്രസ്സുകൾ അങ്ങനെയാണ് ഞാൻ കഴുകാറ്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള രീതികളുണ്ടാവും. പിന്നെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജ് സ്പേസുകളാണ്. അകത്തേക്ക് കുറച്ചൊരു ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മേശയുടെ നീളം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇത്രയും നീളമുള്ള മേശയാണ്. അത്രയും തന്നെ അകത്തേക്ക് സ്റ്റോറേജ് സ്പേസുകളാണ്, ചെറിയ ചെറിയ സ്പേസുകൾ. ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴേക്കൊക്കെ ചെറിയ ചെറിയ കബോർഡുകളാണ് കേട്ടോ, കുട്ടി കബോർഡുകൾ. പിന്നെ എൻ്റെ ചെയറിൻ്റെ അകത്തേക്കും ചെറിയൊരു സ്പേസ് ഉണ്ട്. എന്തെങ്കിലും പെട്ടിയോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ. പിന്നെ ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറാണ്. താഴേക്കുള്ള വ്യൂ ഞാൻ മുമ്പ് കാണിച്ച ബാക്ക് യാർഡ്. ഇത് നമ്മുടെ ബാക്ക് യാർഡ്, അയലക്കത്തെ ബാക്ക് യാർഡ്, അടുത്ത അയലക്കത്തെ ബാക്ക് യാർഡ്. ഇങ്ങനെ നിരന്നായിട്ട് ഇവിടുത്തെ വീടുകളൊക്കെ ഇരിക്കുന്നത്. ഇത് ടെറസ്ഡ് ആയിട്ടുള്ള വീടാണ്. അതുകൊണ്ടാണ് ഇത്രയും നിരന്ന് ബാക്ക് യാർഡുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാക്ക് യാർഡുകളൊക്കെ ഷെയർ ചെയ്യുന്നത്.
പിന്നെ ഇവിടെ എഗെയിൻ ഒരു സ്റ്റോറേജ് സ്പേസ്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ലാൻഡ്ലോഡ് തന്നേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനമാണ്. അത് ഞാൻ തുണി വിരിച്ചിടുന്ന അഴയാണ്, നനഞ്ഞ തുണികൾ. ഇവിടെ ഡ്രയർ ഇല്ല, വാഷ് ചെയ്ത് അത്യാവശ്യം ഡ്രൈ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി വിരിച്ചിടുന്ന ഡ്രയർ, അത് മാത്രമുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള സാധനം. അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുക, കാരണം ഇവിടെയുള്ള ഫർണിച്ചേഴ്സിനെ വെച്ചാട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസുകൾ തന്നെയാണ്. ഇവിടെയൊക്കെ എൻ്റെ ക്ലോത്ത്സ് സാധനങ്ങളൊക്കെ ഞാൻ മടക്കി പെറുക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പൊക്കി കഴിഞ്ഞാൽ പിന്നെ താത്താൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അറിയില്ല എന്താണ്, എന്തെങ്കിലും ബെഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ കട്ടിലിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എനിക്കിവിടെ ഒരു അടിയിലായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ചും കൂടെ ശക്തി വേണ്ടി വരും. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതെൻ്റെ വലിയൊരു സ്റ്റോറേജ് സ്പേസാണ്. എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയും അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട പെട്ടി സാധനങ്ങളൊക്കെ അതിനകത്താണ് ഇരിക്കുന്നത്. ഇതിന് പ്രസ് ചെയ്താൽ താഴില്ല, അതാണ് വലിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പൊക്കാത്തത്. ഇനി എൻ്റെ 2 കൈകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ സാധനം താഴേക്ക് പോവുള്ളൂ. അപ്പോൾ ആ കാണുന്നത് ബെഡ് പ്ലസ് എൻ്റെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസാണ്. കട്ടിൽ ബെഡ് എല്ലാം അവരുടെ സാധനങ്ങളാണ്. മേളിൽ വിരിച്ചേക്കണ വലിയ സാധനങ്ങളുള്ള എൻ്റെ കട്ടിലല്ല, ഇതൊരു ബ്ലോക്ക് പോലത്തെ ഒരു സാധനമാണ് ആക്ച്വലി. ഇതുമായിട്ട് ബന്ധമുള്ള സാധനമല്ല, ഇത് സെപ്പറേറ്റ് ഒരു സാധനം അവർ പുറകെ കൊണ്ട് വെച്ചേക്കണം തോന്നുന്നു, കട്ടിലാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം കുട്ടി സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ പറ്റിയൊരു സ്റ്റോറേജ് സ്പേസ്. ഓ ഗുഡ്. ഷൂസിൻ്റെ റാക്ക് ഞാൻ ടെമ്മൂന്ന് വാങ്ങിച്ചതാണ്. അതൊരു വലിയ ബലമൊന്നുമില്ല, ആടിയൊക്കെ നിൽക്കുന്ന ഒരു റാക്കാണ്. ബട്ട് ഇറ്റ് വിൽ ഡു ദ ജോബ്. അതിൻ്റെ പണി അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഷൂസൊക്കെ അതിനെക്കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അക്കോമഡേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒതുങ്ങി നിൽപ്പുണ്ട്. സോ അപ്പോൾ അതാണ് നമ്മുടെ റൂം, നമ്മുടെ ഒരു വീട്ടിലത്തെ ഇവിടുത്തെ UK തന്നെ ഒരു സാമ്രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്പേസ് കണ്ടാലറിയാം, ഇതിങ്ങനെ ലെങ്ത് വൈസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഇവിടെ 2 3 എത്ര കട്ടിലാന്ന് വെച്ചാൽ നിരത്തിയിട്ട് എത്ര പേർക്കാണെങ്കിലും താമസിക്കാം. പക്ഷേങ്കിൽ ഇവിടെ അത് അലൗഡ് അല്ല. നമ്മൾ ജീവിക്കുന്ന കൺട്രിയിൽ അത് അലൗഡ് അല്ല. നമ്മൾ സിംഗിൾ പേഴ്സണായിട്ടേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പാർട്ട്ണറെ കൊണ്ടുവരാൻ പാർട്ട്നേഴ്സ് അലൗഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രം. അല്ലാതെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ വന്നപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ഇവിടെ വന്ന് നിന്നു എന്ന് എഴുതി ആരും ഒന്നും പറയില്ല. പക്ഷെ അതല്ലാതെ കൂടുതൽ ലോങ് ടേം സ്റ്റേയിലേക്ക് അത് അലൗഡ് അല്ല. നമ്മളൊരു സിംഗിൾ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ഒരു റൂമാണ് ഇത്. അപ്പോൾ അതാണ് എൻ്റെ റൂം. എൻ്റെ റെൻറ്റ് ഞാനിവിടെ റൂമല്ലാതെ പുറത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസ് കോമൺ ഏരിയസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞ പോലെ കിച്ചണ്, ബാത്റൂം, അല്ലാതെ വേറെ ആരുടെയും റൂമിലേക്ക് നമുക്കൊരു ആക്സസ്സും ഇല്ല. നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ തരുന്ന കീ, എൻ്റെ കീ എനിക്ക് എൻ്റെ റൂമിലേക്കുള്ള ആക്സസ്സും ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറിനുള്ള ആക്സസ്സും ഉണ്ട്, ബാക്ക് യാർഡിലെ ഡോറിനുള്ള ആക്സസ്സും ഉണ്ട്. ബാക്ക് യാർഡിലെ ഡോറിനുള്ള ആക്സസ് എനിക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഉള്ളതുകൊണ്ട് ഞാൻ പുറത്തൊരു റൂമിലാണ് സൈക്കിൾ വെച്ചേക്കുന്നത്. അത് നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിലായിട്ടൊരു റൂം, അതുകൊണ്ട് ഞാൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രം എനിക്ക് ബാക്ക് യാർഡിലെ കീ ആക്സസ് ഉണ്ട്. ബാക്ക് ഡോറിലുള്ള കീ ബാക്ക് ഡോറിൽ തന്നെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. ആർക്കെങ്കിലും തുറന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങണമെങ്കിൽ, ബാക്ക് യാർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഫെൻസിലുള്ള ഡോറിലേക്കുള്ള കീ സൈക്കിൾ ഉള്ളതുകൊണ്ട് എനിക്ക് അതിന് ആക്സസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് പറയുന്നവർക്ക് മാത്രം ആ കീയും കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് മെയിൻ ഡോറും അതുപോലെ തന്നെ എൻ്റെ റൂമിൻ്റെ ഡോറും മാത്രമേ ആക്സസ് ഉള്ളൂ. വേറെ ആരുടെയും റൂമുകളിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. അൺലെസ് നമ്മൾ അവരെ അലോ ചെയ്യുകയാണെങ്കിൽ, നമ്മളെ അവർ വിളിച്ച് അവരുടെ റൂമിൽ കൊണ്ടുപോയി എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ഉണ്ടെങ്കിൽ ഉണ്ട്. അല്ലാത്ത പക്ഷെ നമുക്ക് വേറെ ആരുടെയും റൂമുകളിലേക്ക് ആക്സസ് ഇല്ല. നമുക്ക് നമ്മുടെ സ്വന്തം റൂമിലേക്കും മെയിൻ ഡോറിലേക്കും മാത്രമേ ആക്സസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ളൊരു റൂമാണിത്. അപ്പോൾ ഞാൻ 475 pounds കൊടുക്കുന്നത്. പൊതുവേ ഇവിടെ സിംഗിൾ റൂമുകളുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 650 pound വരെ ആകാം. ഒരു 400 തൊട്ട് 650 pound വരെയാണ് ഒരു സിംഗിൾ റൂമിൻ്റെ റേറ്റ്. അത് എഗെയിൻ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങൾ എൻസ്യൂട്ടിലാണോ. എൻസ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസ്യൂട്ട് എന്ന് നമ്മൾ പറയും, അവർ ഓൺ സ്യൂട്ട് എന്ന് പറയും. അതായത്
ഇപ്പം ഞാൻ കാണിച്ചു തന്നായിരുന്നു, എനിക്ക് റൂമിൽ ബാത്റൂം ഇല്ല, ഈ റൂമിനകത്ത് എനിക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പം ഞാനത് പുറത്തുള്ള ഷെയർഡായിട്ടുള്ള ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്താണ് യൂസ് ചെയ്യുന്നത്. അതിവിടെ വേറെ ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഈ ഒരു റൂമിനകത്ത് തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നമ്മൾ നാട്ടിൽ പറയില്ല, ഇവിടെ ഇതിന് ഓൺ സ്യൂട്ട് അല്ലെങ്കിൽ എൻ സ്യൂട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതൊക്കെയാണ് ഈ 650 വരെയൊക്കെ പോകുന്നത് നോർമലി. പക്ഷെ അല്ലാത്ത റൂമുകൾ 650 വരെ പോകുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്തൊക്കെ ഞാൻ റൂം പോയി നോക്കിയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ 650 ഒക്കെ ആയിരുന്നു അവർ റേറ്റ് പറഞ്ഞത്. അത് ഇതിനേക്കാളും ചെറിയ റൂം, പക്ഷെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അൺസ്യൂട്ടായിട്ട് കിട്ടും, അതായത് ഡിറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ റേറ്റ് വേരിയാണ്. 650 വരെ 650 700 ബിലോ വരെ ഒരു സിംഗിൾ റൂമിന് ഞാൻ ഇവിടെ സ്വീഡനിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അത് വേറെയാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ, ബ്രിസ്റ്റോൾ അല്ലെങ്കിൽ ലണ്ടനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഓരോ സ്ഥലം അനുസരിച്ച് അവരുടെ റെൻറ്റിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം 700 750 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 BHKയുടെ റേറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ചിലപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയിരിക്കാം, ജസ്റ്റ് ഒരു റൂം തന്നെ, കിച്ചണും എല്ലാം ഒരു റൂമിൽ തന്നെയുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിനാണെങ്കിൽ അവിടെ നിന്ന് തൊട്ട് 800 മേളിലേക്കൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ കൂടെ ഇൻഫ്ലേഷനൊക്കെ വന്നു, എല്ലാത്തിൻ്റെയും വില മുമ്പോട്ട് പോകുന്നു. ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ വന്ന സമയത്തേക്കാളും ഒരുപാട് ഇപ്പോൾ റെൻറ്റും, അതിപ്പോൾ 1 BHK ആണെങ്കിലും 2 BHK ആണെങ്കിലും എല്ലാത്തിനും റെൻറ്റും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഹോൾ പ്രോപ്പർട്ടിയുടെ പ്രൈസ്, നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീട് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് എല്ലാം ഒരുപാട് മുകളിലേക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന ഒരു 4 വർഷം മുന്നത്തെയും ഇപ്പോഴത്തെയും വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ താഴത്തെ ഒരു റൂമൂടെ കാണിച്ച് എന്നിട്ട് നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിളിരിക്കുന്ന റൂമിൻ്റെ കീ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ തുറക്കാനും അടയ്ക്കാനുള്ള മടി കാരണം ഞാൻ തുറക്കുന്നില്ല. ബട്ട് ഇതൊരു സൈക്കിൾ, 1 2 3 സൈക്കിൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സ്ഥലമുള്ളൊരു റൂമാണിത്. ഇവരുടെ പഴയ സാധനങ്ങളൊക്കെയാണ് ഈ റൂമിലിരുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ എന്നറിയില്ല, വലിയ കാര്യമായിട്ട് കാണുന്നില്ല, എന്നാലും കാണുന്നുണ്ട്. അപ്പം ഇവരുടെ പഴയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരുന്ന് വെച്ചത്. പക്ഷെ ഞാനിപ്പോൾ സൈക്കിളും കൊണ്ട് വന്നതുകൊണ്ട് അവരെനിക്ക് സൈക്കിളിനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു റൂമിലേക്കും കൂടെ എനിക്ക് ആക്സസ് ഉണ്ട്. അതിൻ്റെ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡോറിൽ തന്നെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്, എപ്പോൾ വേണേലും നമുക്ക് എടുക്കാൻ പാകത്തിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളിലേക്കാണ് എനിക്ക് ആക്സസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു പ്രശ്നങ്ങൾ, അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചുറ്റും നടക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ അലേർട്ട് ചെയ്യണമെങ്കിൽ അലേർട്ട് ചെയ്യാം. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് മാക്സിമം ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.